നബിയെ, നിന്റെ മുന്നിലിരിക്കുന്ന സഹാബികളോടൊക്കെ പറയുക, മാനവകുലത്തോട് ഓതിക്കൊടുക്കുന്നത് എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ. നമസ്കാരം കഴിഞ്ഞിട്ടോ യാത്രയോ എപ്പോഴാണ് നിങ്ങൾക്കൊന്ന് കൈ ഉയർത്താൻ സാധിക്കുക? കൈ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറന്ന്, പടച്ചോനെ നീ എന്നെ കാക്കണേ റബ്ബേ, എന്നെ കാത്തു രക്ഷിക്കണേ, എൻ്റെ വഴിയിൽ വെളിച്ചം നൽകണേ, എൻ്റെ മക്കളിൽ നീ അനുഗ്രഹങ്ങൾ ഉണ്ടാകണേ, എൻ്റെ ഇണയിൽ നീ സന്തോഷം നൽകണേ, എൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ നിന്റെ കാരുണ്യത്തിന്റെ മാലാഖമാരെ നിറയ്ക്കണമെന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം നൽകാൻ ഈ ദുനിയാവിൽ ആരെങ്കിലും ഉണ്ടോ? ഈ അണ്ടകടാഹത്തിൽ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ? അള്ള തന്നെ വേണം. എൻ്റെ വീട്ടിൽ സമാധാനം വേണോ? പടച്ചോൻ തീരുമാനിക്കണം. പടച്ചോൻ തീരുമാനിക്കാത്തൊരു സമാധാനം വീട്ടിലേക്ക് ഇറങ്ങി വരികയില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിരാശപ്പെടാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾ നമ്മുടെ അസറ്റാണ്. ഈ ലോകത്ത് മാത്രമുള്ളൊരു ബന്ധമല്ല അത്. പരലോകത്തേക്ക് നമ്മുടെ മക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ആളുകളാണ്.